ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മേട്ടുക്കടയിലാണ്. ഇവിടെ നാച്ചുറൽ റോയൽ എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലറിനകത്ത് ഒരു യുവതിയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയ ഒരു വാർത്ത വന്നിരുന്നു. നിലവിൽ നാച്ചുറൽ റോയൽ സലൂൺ എന്ന് പറയുന്ന ബ്യൂട്ടി പാർലർ നടത്തിയ ഉടമ തമിഴ്നാട് സ്വദേശിയാണ്. ഷീലയാണ് ഇവിടെ മരിച്ചു കിടന്നത്. 2 ആഴ്ചയോളം മൃതദേഹത്തിന് പഴക്കമുണ്ടെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. അതായത് ബ്യൂട്ടി പാർലർ പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് ഈ കാണുന്നത്. ഈ കെട്ടിടത്തിൻ്റെ മുകൾ നിലയിൽ ഒരു ട്യൂഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് ഇന്നലെയോടെ ട്യൂഷൻ സെൻറ്ററിലെ കുട്ടികൾ ദുർഗന്ധം വമിക്കുന്നതായിട്ട് ഇവിടെ പരാതിപ്പെടുകയായിരുന്നു. അവർക്ക് ഇവിടെ വന്ന സമയം മുതൽക്ക് തന്നെ വല്ലാത്തൊരു ദുർഗന്ധം അനുഭവിക്കുകയായിരുന്നു. തുടർന്ന് ഇവരാണ് കെട്ടിട ഉടമയായ കണ്ണേറ്റുമുക്ക് സ്വദേശി ഷാജിയെ വിവരം അറിയിക്കുന്നത്. നിലവിൽ ഇവിടെ ബ്യൂട്ടി പാർലർ അടഞ്ഞു കിടക്കുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് ഷാജി തന്നെ തമ്പാനൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഈ തമ്പാനൂർ പോലീസും ഉടമയും എല്ലാവരും ചേർന്നാണ് ഈ ബ്യൂട്ടി പാർലറിനുള്ളിൽ പരിശോധന നടത്തിയത്. ഈ സമയത്താണ് 55 വയസ്സുള്ള ഷീലയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ സമയം സ്ഥാപനത്തിൻ്റെ വാതിൽ അകത്തു നിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസ് അടക്കം പറയുന്നത്. വാതിലിൻ്റെ പൂട്ട് തകർത്താണ് പോലീസ് സംഘം അകത്ത് കടന്നത്. മരിച്ച ഷീലയ്ക്ക് ശാരീരിക അവശതകൾ ഉണ്ടായിരുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. മരണത്തിൻ്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് ഇതുവരേക്കും പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല ഇവരുടെ ബന്ധുക്കളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇക്കഴിഞ്ഞ 2 വർഷമായി തിരുവനന്തപുരം തൈക്കാട് ബ്യൂട്ടി പാർലർ നടത്തി വരികയാണ്. കുറച്ച് ദിവസങ്ങളായി ഷീലയെ പുറത്ത് കണ്ടിരുന്നില്ല എന്നാണ് അടുത്തുള്ള സ്ഥാപനത്തിലെ ആളുകൾ പറയുന്നത്. നിലവിൽ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ പല കടകളും അടഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ബ്യൂട്ടി പാർലർ ഇവിടെ അടഞ്ഞു കിടന്നതും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഇതിനകത്ത് തന്നെ 2 ആഴ്ചയോളം പഴക്കമായിട്ട് മൃതദേഹം കിടന്നു എന്നുള്ളതാണ് പോലീസ് എത്തിയപ്പോൾ അറിയാൻ കഴിയുന്നത്. സമീപത്തെ കട ഉടമകൾ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പോലീസ് എത്തുമ്പോഴാണ് ഇവർ ഈ വിവരം പോലും അറിഞ്ഞത്. കാരണം താഴെ ഉണ്ടായിരിക്കുന്ന കടകളിലെല്ലാം തന്നെ AC എല്ലാം വെച്ചിട്ടുള്ളത് കൊണ്ടും അടഞ്ഞ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊന്നും ഈ ഒരു ദുർഗന്ധമൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 3 നില കെട്ടിടത്തിൽ 2ാമത്തെ നിലയിൽ ബ്യൂട്ടി പാർലർ പ്രവർത്തിക്കുകയും അതിന് മുകളിലത്തെ നിലയിൽ ഒരു ട്യൂഷൻ സെൻറ്റർ പ്രവർത്തിക്കുകയും ചെയ്തു. അവരാണ് ഇത്തരത്തിലൊരു വല്ലാത്ത ഒരു ദുർഗന്ധം അവർക്ക് അനുഭവപ്പെട്ടത്. തുടർന്നാണ് അവർ ഉടമയെ അറിയിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഷീലയുടെ മൃതദേഹം 2 ആഴ്ചയോളം പഴക്കം ചെന്ന നിലയിൽ, അതായത് ബോഡി എടുക്കുമ്പോൾ തന്നെ, മൃതദേഹം എടുക്കുമ്പോൾ തന്നെ അവർക്ക് അതെല്ലാം അഴുകിപ്പോയതായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ബ്യൂട്ടി പാർലറിന് തൊട്ട് താഴെയായിട്ട് കമ്പ്യൂട്ടർ സെയിൽസ് സ്ഥാപനമാണുള്ളത്. നിലവിൽ ഇവരും ബോഡി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് പോലീസ് എത്തിയപ്പോൾ മാത്രമാണ് കണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് അവരോട് ചോദിക്കാം, എപ്പോഴാണ് നിങ്ങൾ ഈ സംഭവം അറിയുന്നത്? പോലീസുകാരോടെ പോയി. പോലീസ് ഡോറ് പൊളിച്ചിട്ടാണ് അകത്ത് കയറിയത്. അല്ല, അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതുകൊണ്ട് വേറെ വഴിയില്ലായിരുന്നു. ഡോറ് പൊളിച്ചകത്ത് കയറി. ഡോറ് പൊളിച്ചപ്പോഴേ നല്ല സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ അകത്ത് കയറി നോക്കിയപ്പോഴാണ് കട്ടിലിൽ നിന്ന് വീണ് കിടക്കുന്നതായിട്ട് കണ്ടത്. നിങ്ങളുടെ ഈ കടയുടെ മുകളിലാണല്ലോ ബ്യൂട്ടി പാർലറിലുള്ളത്. അപ്പോൾ ആ കട ഇതുവരെ തുറന്നതായിട്ടൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ലേ? ഇല്ല, അത് അങ്ങനെ എപ്പോഴും തുറക്കുന്നതായിട്ട് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ പോലീസ് വന്നപ്പോൾ മാത്രമാണ് അറിഞ്ഞതല്ലേ? അപ്പോൾ ഈ ദുർഗന്ധമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. ഇവിടോട്ട് വല്ലേ എന്നാൽ AC റൂമായിരുന്നു മുകളിൽ. അപ്പം താഴോട്ടേക്ക് അധികം സ്മെല്ല് വരുന്നില്ലായിരുന്നു. മുകളിൽ ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറുമാരാണ് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് സ്മെല്ല് വരുന്നുണ്ട്. ബ്യൂട്ടി പാർലറിന് മുകളിലായിട്ട് വേറെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സെൻറ്റർ ഉണ്ടായിരുന്നു അല്ലേ? അവിടെ നിന്ന് അവർ പറഞ്ഞിരുന്നു ദുർഗന്ധം സ്മെല്ലടിക്കുന്നു എന്നുള്ളത്. അങ്ങനെയാണ് പോലീസ് വന്നത്? അങ്ങനെയല്ല, അവർ ഓണറിനെ വിളിച്ചു, ബിൽഡിംഗ് ഓണറിനെ വിളിച്ചു. ബിൽഡിംഗ് ഓണറാണ് പോലീസിനെ അറിയിച്ചത്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് മാധവൻ പിള്ള. ഞാൻ ഈ അടുത്ത ബിൽഡിംഗാണ് വർക്ക് ചെയ്യുന്നത്. ബ്യൂട്ടി പാർലറിൻ്റെ തൊട്ടടുത്താണോ? നെക്സ്റ്റ് ബിൽഡിങ്ങിലാണ്. ഇവരിങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ നടത്തിയ കാര്യത്തിന് ഇന്നാണ് ഞാൻ അറിയുന്നത്. ഇവിടെ ഈ റോഡിൻ്റെ വർക്ക് നടന്നതുകൊണ്ട് ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഓഫീസിൽ വരാതൊക്കെ ഇരുന്നത് കൊണ്ട് ഇവിടെ ആരും ശ്രദ്ധിക്കാൻ വകയില്ല. കാര്യം വണ്ടി തന്നെ ഇവിടെ നിന്ന് ബ്ലോക്കേജ് ആയിരുന്നു എൻ്റെ അവിടെ ഇത് ചെയ്തിരുന്നതിനകത്ത്. അപ്പോൾ ഈ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് ഒട്ടുമിക്ക കടകളും ഇങ്ങനെ അടച്ചു കിടക്കുകയാണ്. അടച്ചു കിടക്കുകയായിരുന്നു. ബ്യൂട്ടി പാർലർ ഏകദേശം 14 ദിവസം പഴക്കമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ബ്യൂട്ടി പാർലറിലും 2 ആഴ്ചയോളം വാടകക്കാരന് വിളിച്ചപ്പോഴാണ് ഇവരെ ഫോൺ എടുക്കുന്നില്ല. അവരാണ് ഇങ്ങനെ വാടകക്കാരനാണ് വന്ന് തിരക്കിയപ്പോഴാണ് ഇങ്ങനെ ഈ അത്യാഹിതം നടന്ന കാര്യം അറിയുന്നതിന്. ഇവരെവിടെയുള്ളവരാണെന്നുള്ളത് അറിയാം. സ്വദേശിയാണ്. ഇവിടെ വീട്ടുകാർക്ക് എന്തോ പ്രശ്നം എന്നാണ് അറിവ്. എനിക്ക് ഡോണ്ട് ടേക്ക് ഇറ്റ് കമ്മിറ്റ്. വീട്ടുകാർ വിട്ടിട്ട് പണങ്ങി വന്ന് താമസിക്കുകയും ഇവിടെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് എൻ്റെ അറിവ്.
ഈ കട ബ്യൂട്ടി പാർലറിലെ ഇവർ ആയതുകൊണ്ട് ഷീല എന്ന് പറയുന്ന യുവതി ആയതുകൊണ്ട് മാത്രം അവരാണെന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കാതെ പക്ഷേ എങ്കിലും അറിയാൻ പറ്റില്ല അവരാണോ എന്നുള്ളത്. അത് ബോഡി കംപ്ലീറ്റ് അഴുകി പോയിരിക്കും. പോലീസിന് ഫോറൻസിക് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലേ അത് സ്ഥിരീകരിക്കത്തുള്ളൂ.